പ്രിയപ്പെട്ട യൂട്യൂബിലുള്ള എൻ്റെ മലയാളി സുഹൃത്തുക്കളെ ഒരു സംശയം ചോദിക്കുക. നിങ്ങളെ പോലെ ഞാനും ഗൾഫിൽ വെച്ചാണ് ഈ കമ്പ്യൂട്ടറിൽ കയറി കളിച്ചിട്ട് കണ്ടിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി കുറിച്ച് നിങ്ങൾ കുറെ കമന്റുകൾ അയാളെ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു എന്ന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് ചോദിക്കുകയാണ് നിങ്ങളോട്. നിന്നെയൊക്കെ കൊണ്ട് ഏവനെ കണ്ടെന്ന് പറ്റൂടാ ഇതുപോലെ ചെയ്യാൻ? നീയൊക്കെ കുറെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അവന്റെ കഴിവ് തന്നെയാണ്, സമ്മതിച്ചു കൊടുക്കണം. നിനക്കൊക്കെ കുറെ പൈസ ഉണ്ടെന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു ചെയ്യാൻ പറ്റും? പിന്നെ വേറെ കേസോട് പറയണം. അതായത് എന്റെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് കമന്റ് അതിന്റെ അടിയിൽ എഴുതുകയാണെങ്കിൽ നീയൊക്കെ വൃത്തികെട്ട രീതിയിൽ ഏവനയിൽ എഴുതി കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിലുള്ള മൊത്തമാരെ ഞാൻ ഇത് തിരിച്ച് എന്റെ ഡബിൾ ഇരട്ടിയായിട്ട് പറഞ്ഞു എന്ന് വേണം നീ കരുതിക്കൊള്ളാൻ. അങ്ങനെ വേണം എന്റെ അടിയിൽ കമന്റ് എഴുതാൻ. അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കണം. ഈ അവൻ എന്തൊരു ചെയ്തെന്നാണ് നിങ്ങൾ എന്തൊരു പെൺപിള്ളേര് ആ പെണ്ണിന്റെ ഭാവി പോയെന്ന് സിംഗപ്പൂരിൽ നിന്ന് വിളിച്ചിട്ട് അവനൊക്കെ ചോദിച്ചു. പിന്നെ അത് വായിച്ചിട്ട് പറയാണ്, അല്ല ഈ പെണ്ണിന് തന്നെ നല്ലതൊന്നുമില്ല, നിനക്കൊക്കെ എത്ര നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നെ പെണ്ണിനെയൊക്കെ പറഞ്ഞു വിട്ടത്. നിനക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് വെക്കണം, അവന്റെ അടുത്ത് വെക്കണം ആ പെണ്ണിന്റെ ഭാവി എന്തിരീതും മറ്റേതും മറിച്ച് എത്തിരീത്. ഈ പെൺപിള്ളേരെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത്. ആ വീട്ടിലാരും ഇല്ലേ, ചുമ്മാ നീ കിട്ടിയതാ പിള്ളേരെ അനാഥാലയത്തിൽ നിന്ന് പറഞ്ഞു വിട്ടാ. നിനക്കൊന്നും ചെവുത്തില്ലടാ. എടാ നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവനെ കുറ്റം പറയാതെ നമ്മളെ പോലുള്ള ഫയലെടുത്ത് കളി. എന്നിട്ട് ഇങ്ങോട്ട് ഒരു ചോദ്യം സംശയമൊക്കെ ഞാൻ തീർത്തരാം. ഞാൻ ഇതിന്റെ അടിയിൽ എന്റെ ഫോൺ നമ്പർ വയ്ക്കണം. പിന്നെ ഒന്നുകൂടെ ഒന്ന് പറയാണ്, വ്യക്തമായിട്ട് കേട്ടോണം. ഇതിന്റെ അടിയിൽ കമന്റ് എഴുതുന്നതുമാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. എഴുതുന്നത് വൃത്തികെട്ട രീതിയിലാണെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരെ അതിന്റെ അപ്പുറവും തിരിച്ചിതുപോലെ ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കണം. ഓക്കെ, എല്ലാവരെയും ഗുഡ് നൈറ്റ്.